പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനവും വിശ്വാസത്തിന്റെ ആധാരശിലയുമായ ഈശോയുടെ ഉയർപ്പിന്റെ ദിവസത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം വന്നെത്തിയിരിക്കുന്നു. 50 ദിവസത്തോളം നീണ്ട ആത്മീയ യാത്ര ഇന്നൊരു കല്ലറയുടെ മുമ്പിൽ എത്തി നിന്ന് സമാപിക്കുകയാണ്. ആ കല്ലറയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ഈശോയുടെ ഉയർപ്പിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈശോയുടെ ഉയർപ്പ്, ഈശോയുടെ ശൂന്യമായ കല്ലറ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ആൻ എംപ്റ്റി tomb of Jesus is the foundation stone of our faith life. വീടുകൾ പണിയുമ്പോൾ അടിസ്ഥാന ശിലകൾ നമ്മൾക്ക് വെക്കാറുണ്ട്. കാണാവുന്ന ഒരു കല്ല്, അതിന്മേൽ പണിതുയർത്തി കാണാവുന്ന ഒരു വീട് ഉണ്ടാക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ, വിശ്വാസ വീടിന്റെ അടിസ്ഥാനം, വിശ്വാസം ഉള്ളിലാണ് ഉള്ളത്, അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, കാണാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കാണാനില്ലാത്ത ഒരു കല്ലറയാണ്. അല്ലെങ്കിൽ ഒരു കല്ലറയിൽ ആളില്ല എന്ന് പറയുന്ന കാണാനില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ കാണാനില്ലാത്ത, എന്നാൽ അനുഭവിക്കുക മാത്രം ചെയ്യുന്ന ആ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം. An empty tomb is the foundation stone of our faith life. നമുക്ക് ഈശോയുടെ ഉയർപ്പിൽ വിശ്വസിക്കാം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് സ്വീകരിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ വാക്കുകളെ, ദൈവത്തിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നവർക്കും മരണമല്ല അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അവസാനം, മറിച്ച് അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു തെളിഞ്ഞ ദിവസമുണ്ട്, ഉയർപ്പിന്റെ ഒരു ദിവസമുണ്ട്. വേദനകളെല്ലാം അവസാനിച്ച് ദൈവം നൽകുന്ന സന്തോഷത്തിന്റെ ഉയർപ്പിന്റെ ഒരു ദിവസമുണ്ടെന്ന് ഈശോയുടെ ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ദുഃഖവെള്ളിയാഴ്ചകളിൽ സാധാരണ പറയുന്ന ഒരു വാക്യമാണിത്, ടുഡേ ഈസ് ഗുഡ് ഫ്രൈഡേ ബട്ട് ഈസ്റ്റർ സൺഡേ ഈസ് കമ്മിങ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്, പക്ഷെ ഈസ്റ്റർ ഞായറാഴ്ച വരാനിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും ആ ദുഃഖങ്ങളെ സന്തോഷമായി മാറ്റുന്ന ഒരു ഈസ്റ്റർ, ഒരു ഉയർപ്പ് നമുക്കും വരാനുണ്ടെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യമായ ദുഃഖങ്ങളെ, വിഷമങ്ങളെ, കഷ്ടപ്പാടുകളെ ഒന്നും ജീവിതത്തിലെ ആത്യന്തിക കാര്യമായി കാണാതെ അതിനെ ഈശോയുടെ ഉയർപ്പ് പോലെ മഹത്തരമായ ഒരു ഉയർപ്പും ആശ്വാസവും എനിക്കും കിട്ടും എന്ന പ്രത്യാശയിലേക്ക് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ഈശോയുടെ ഉയർപ്പ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായി മാറുന്നു എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യം. ഈശോ തരുന്ന ഈ ബോധ്യം, വിഷമങ്ങളിൽ മനസ്സ് മടുക്കാതെ പ്രത്യാശയോടെ വരാനിരിക്കുന്ന മഹിമയെക്കുറിച്ച് ഓർമ്മിക്കാൻ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പരിശ്രമിക്കാം. ഈ വിശ്വാസം, ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് നല്ല മാതൃകയാക്കി കാണിച്ചു കൊടുക്കുവാനും ഉയർത്തെഴുന്നേറ്റ ഈശോ നമ്മളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾക്കപ്പുറത്ത്, വേദനകൾക്കപ്പുറത്ത്, അത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്ന് ഞങ്ങൾ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചാലും അങ്ങയുടെ ദൈവികമായ ശക്തിയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഏത് പ്രശ്നത്തെയും മറികടക്കാനുള്ള ഒരു ഉയർപ്പിന്റെ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യാശയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സമാധാനമുള്ളവരായി, സമചിത്തരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയും സന്തോഷം ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കൾക്കും നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളിലും, പ്രത്യേകിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സംരക്ഷണം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.